ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സണ്ണി ഡേ ആണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു. ഇന്നതേ വെയിലൊക്കെ പതുക്കെ ഉദിച്ചൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് മഴ പെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നൊരു സണ്ണി ഡേ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. കാരണം കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ പപ്പയുടെ വീട് വരെ ഒന്ന് പോവുകയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ വലിയപ്പ, എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയപ്പയ്ക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് വലിയപ്പനെയും കാണാം. അതേപോലെ തന്നെ അവിടെ ഇഷ്ടംപോലെ ചെടിയുണ്ട്. അതൊക്കെ കൊണ്ടുവരാമെന്നുള്ള ദുരുദ്ദേശത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇത് നമ്മുടെ അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ. അതായത് കവലയിലോട്ടുള്ള വഴിയാണ്. എനിക്ക് പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടി കേട്ടോ. അപ്പം വീടെന്ന് പറയുന്നത് തിരുവല്ലയിലാണ്, തിരുവല്ല കവിയൂർ. അപ്പം നമുക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി ചെന്നിട്ട് അവിടുന്ന് വീണ്ടും അടുത്ത ബസ് പിടിക്കണം കേട്ടോ. ഇത് NSS സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ NSS സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയുണ്ട്. ഇത് NSS സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറം, ആ മതിലിൻ്റെ അപ്പുറം. ഇത് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കിനും ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഇരിക്കുന്ന വീട് ഈ ഒരു റെഡ് പെയിൻ്റ് അടിച്ചതില്ലേ, റെഡാണോ എന്ത് കളറാണോ ആ ഒരു പെയിൻറ്റ്, ഈ ഒരു വീട്. ഇതെൻ്റെ അപ്പാപ്പിയുടെ വീടാണ് കേട്ടോ. അപ്പാപ്പിക്ക് ഫാമിലിക്കൊക്കെ ട്രിവാൻഡ്രത്താണ് ജോലി. അത് കാരണം ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഇത് ഞങ്ങളുടെ തറവാട്, എൻ്റെ പപ്പയുടെ വീട്. ഇവിടെ ഇപ്പോൾ വലിയപ്പൻ ഫാമിലിയായിട്ട് താമസിക്കുന്ന വലിയപ്പ, മോള്, ഇത് അജിയമ്മ വൈഫ്. ഇത് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അന്തേവാസിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോകും. ഇത് നമ്മുടെ വീട്ടിലെ പട്ടിയല്ല, എല്ലായിടത്തും പോകും കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ്, കണ്ടോ, ഇഷ്ടംപോലെ ചെടിയുണ്ട് ഗൈസ്. ഞാനപ്പോൾ എന്നാൽ ഈ ചെടിയൊക്കെ കൊണ്ടുപോകാം എന്നുള്ള ദുരുദ്ദേശത്തിലാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അജിയമ്മയുടെ വീട് അടിമാലിയിലാണ്. അമ്മ അവിടെ നിന്ന് കുറേ വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവരും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള മിക്ക വെറൈറ്റി ചെടികളും ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കണ്ടോ, ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ അത് ഇത് എന്നൊക്കെ പറയുമ്പോഴത്തേനും അമ്മ ഓടി നടന്ന് എല്ലാം പറിച്ചെടുക്കുന്നുണ്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മുടെ കസിൻസൊക്കെ അവിടെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അവന്മാരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന്മാരെ എന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും അവർ പോയായിരുന്നു. പിന്നെ അമ്മ എനിക്ക് കുറേ ചെടിയൊക്കെ ഒപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടിയുടെ മാത്രം, ഈ ഒരു ബ്ലാക്ക് ചട്ടിയിലിരിക്കുന്ന ചെടിയുടെ മാത്രം കിട്ടിയില്ല. കാരണം അതിങ്ങനെ അമ്മ പറിച്ചെടുക്കാൻ നോക്കിയിട്ട് അതിൻ്റെ കടയപ്പാടി വരുന്നു. കണ്ടോ, ആ പടിയിലിരിക്കുന്ന ഫുള്ള് എനിക്കുള്ള ചെടിയാണ് കേട്ടോ. കാരണം അമ്മ പറഞ്ഞു ആ ചെടി പിന്നെ വരുമ്പോൾ കൊണ്ടുപോകാമെന്ന്. ഞാൻ പിന്നെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് വണ്ടി കിട്ടാനായിട്ട് താമസിക്കുക. അതുകൊണ്ട് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് തിരിച്ചായിരുന്നു. പിന്നെ ചങ്ങനാശ്ശേരി വന്ന് നിന്നപ്പോഴത്തേക്കിനും എനിക്ക് ബസ് കിട്ടാൻ കുറച്ച് താമസിച്ചിരുന്നു. സൺഡേ ആയതുകൊണ്ട് പൊതുവേ ബസ് കുറവായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. 7 മണി 7:30 ആയിട്ടും ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും കണ്ടാ എനിക്ക് ഓണത്തിന് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. വലിയപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇവിടെ കൊണ്ട് തരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തന്നു വിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ചെടിയും ഇനിയിപ്പം ഈ സന്ധ്യയായി ഗൈസ്. അത് കാരണം ഇപ്പോൾ ഇതിനിപ്പോൾ കുഴിച്ച് വെക്കാനായിട്ടൊന്നും പറ്റില്ല. കണ്ടോ, ഇരുട്ടായി. അപ്പം അതുകൊണ്ട് ഞാനെന്നാൽ അത് വെള്ളത്തിലിട്ട് വച്ചേക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ കുഴിച്ച് വെക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം കുഴിച്ച് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പോട്ടൊക്കെ സംഘടിപ്പിക്കണം ഗൈസ്. കാരണം എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നായിരുന്നു. അതുകൊണ്ട് ഇനി അതൊക്കെ ഇതിന് പോട്ടൊക്കെ ഇതൊക്കെ ഒപ്പിക്കണം. ഞാൻ പൊതുവേ ഓരോരോ ബോട്ടിലിൻ്റെ അകത്തൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോട്ടുകൾ ഒപ്പിക്കാറ്. അപ്പം അത് കുഴിച്ച് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് വരും ദിവസങ്ങളിൽ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ പോകുകയാണ് ഗൈസ്. കണ്ടോ, കുറേ ലീഫി വെറൈറ്റീസും പിന്നെ പൂക്കളുള്ള ചെടികളും ഒക്കെ അമ്മ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ കുഴിച്ച് വെക്കാം. നാളെ ഇനി മഴയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു.